ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് യുഡിഎഫിലെത്താൻ സാധ്യത തേടി ബി.ഡി.ജെ.എസ്. ബി.ജെ.പിയുമായി ഇടഞ്ഞ വെള്ളാപ്പള്ളി ഉമ്മൻചാണ്ടിയുമായി പ്രാഥമിക ചർച്ച നടത്തിയെന്നാണ് സൂചന. സുധീറിന്റെ രാജിയോടെ യുഡിഎഫ് പ്രവേശനം സാധ്യമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വിവരങ്ങൾ. ബി.ഡി.ജെ.എസ് കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്തും ഒപ്പം ഷാജഹാനും ചേരും. ആദ്യം പ്രശാന്തിലേക്ക് പോവുകയാണ്. പ്രശാന്ത്, കഴിഞ്ഞ ദിവസം തന്നെ പ്രവേശനത്തിന് മുമ്പ് തന്നെ കേന്ദ്ര നേതാക്കൾ വാഗ്ദാനം ചെയ്ത സ്ഥാനമാനങ്ങൾ നൽകാത്തതിൽ കടുത്ത അമർഷവും ഒപ്പം അതൃപ്തിയും ഒക്കെ തുഷാർ വെള്ളാപ്പള്ളിയും ഒപ്പം വെള്ളാപ്പള്ളി നടേശനും പരസ്യമാക്കിയതാണ്. അതിനു പിന്നാലെയാണ് പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പുതിയൊരു കൂട്, രാഷ്ട്രീയ ജീവിതത്തിന് പുതിയൊരു കൂട് കണ്ടെത്തിയിരിക്കുകയാണോ നിലവിൽ ബി.ഡി.ജെ.എസ്? ഇന്ന് ചർച്ച നടത്തിയെന്ന കാര്യത്തിന് സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് യുഡിഎഫിലേക്ക് എത്തുവാനുള്ള കൂടുതൽ സാധ്യതകൾ ആരാഞ്ഞുകൊണ്ട് ബി.ഡി.ജെ.എസിന്റെ സംസ്ഥാന കമ്മിറ്റി അടക്കം ഇന്ന് കോട്ടയത്തെ ഏറ്റുമാനൂരിൽ ചേരുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബി.ഡി.ജെ.എസിനെ യുഡിഎഫ് ക്യാമ്പിൽ എത്തിക്കാനാണ് അതിന്റെ നേതൃത്വം നീക്കം നടത്തുന്നത്. ഉമ്മൻചാണ്ടിയുമായി ബി.ഡി.ജെ.എസ് നേതൃത്വം ഇതിന്റെ എല്ലാം തന്നെ ഒരു പ്രാഥമിക ചർച്ചകൾ നടത്തിവെച്ചിട്ടുണ്ട്. മാത്രമല്ല അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് ബി.ഡി.എസ് നേതാക്കൾ നമുക്ക് നൽകുന്നത്. കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് വി.എം. സുധീരൻ രാജിവെച്ചതോടെ യുഡിഎഫ് പ്രവേശനം എളുപ്പമാകുമെന്ന പ്രതീക്ഷയിലാണ് ബി.ഡി.ജെ.എസ്. മാത്രമല്ല ഇപ്പോൾ നിലവിൽ ബി.ഡി.ജെ.എസിനെ യുഡിഎഫിൽ എത്തിക്കലിലൂടെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാനാണ് ഉമ്മൻചാണ്ടിയുടെ ശ്രമം. മാത്രമല്ല കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്ത് വി.എം. സുധീരൻ അടക്കം വരുന്നപ്പോൾ കോൺഗ്രസിന്റെ പഴയ പ്രതാപം ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ സുധീരന്റെ രാജിയോടെ കൂടുതൽ കരുത്ത് ആർജിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ എ ഗ്രൂപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ബി.ജെ.പിയിൽ നിന്ന് ബി.ഡി.ജെ.എസിനെ അടർത്തിയെടുത്ത് രാഷ്ട്രീയ കരുത്ത് വീണ്ടെടുക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കം തന്നെ ഉമ്മൻചാണ്ടി നടത്തുന്നു. ആ നീക്കത്തിന് കൈകൊടുക്കാനുള്ള ഒരു ഒരുക്കത്തിൽ തന്നെയാണ് ബി.ഡി.ജെ.എസ് എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് ഇപ്പോൾ സ്വാശ്രയ വിഷയങ്ങൾ അടക്കമുള്ള സമരങ്ങൾ ബി.ജെ.പി ഏറ്റെടുത്തപ്പോൾ അത് അല്ലെങ്കിൽ SNDP-യുമായി അടുത്തെടുക്കുക, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ളവർക്ക് അതിൽ വളരെയധികം ഒരു പരിഭവം ഉണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തുഷാറിന് മന്ത്രിയാകാൻ ബി.ജെ.പി മുന്നണി ഗുണകരമാകില്ലെന്നും അതുകൊണ്ട് തന്നെ യുഡിഎഫിലെത്തിയാൽ അതിന് കഴിയുമെന്നും അടക്കമുള്ള കാര്യങ്ങളാണ് ഇതിന്റെ നേതൃത്വം കണക്കുകൂട്ടുന്നത്. ഇതുകൂടി മനസ്സിൽ വെച്ചാണ് ഉമ്മൻചാണ്ടിയുടെ ഓഫറിന് വെള്ളാപ്പള്ളി അടക്കമുള്ള നേതാക്കൾ കൈകൊടുക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ള കൃത്യമായ സൂചനകൾ തന്നെയാണ് അതിന്റെ നേതൃത്വം നൽകുന്നത്. മാത്രമല്ല നിലവിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണയാണ് ഉമ്മൻചാണ്ടിക്കുള്ളത്. അതുപോലെ ക്രൈസ്തവരുടെയും മുസ്ലിം വിഭാഗങ്ങളുടെയും പിന്തുണയുള്ള ഏക കോൺഗ്രസ് നേതാവ് എന്ന തരത്തിലാണ് ഉള്ള ഇമേജുമായിട്ടാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടി നീങ്ങാൻ ശ്രമിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ബി.ഡി.ജെ.എസിനെ കൂടി കയ്യിലേക്ക് എടുക്കുമ്പോൾ ഒപ്പം നിർത്തിയാൽ ഇതെല്ലാം തങ്ങളുടെ മുന്നോട്ട് പോക്കിനുള്ള വലിയ സാധ്യതകളായിട്ടാണ് അവർ കാണുന്നത്. അടുത്ത എസ്.എൻ.എസിന്റെ യോഗത്തിന് മുമ്പ് തന്നെ ബി.ഡി.ജെ.എസ് ഇത് സംബന്ധിച്ച ചില തീരുമാനങ്ങൾ കൈക്കൊള്ളും എന്നുള്ള സൂചനകൾ തന്നെയാണ് കോൺഗ്രസിന് നൽകിയിരിക്കുന്നത് എന്നാണ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിക്ക് നൽകിയിരിക്കുന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ മുസ്ലിം ലീഗിനെ പോലെ തന്നെ 25ഓളം സീറ്റുകൾ ബി.ഡി.എസ് ആവശ്യപ്പെടുന്ന സ്ഥിതി ഉണ്ടായതായിട്ടും സൂചനകളുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള സീറ്റുകളൊന്നും നൽകാൻ കഴിയില്ല എന്നും ഒരു 15 സീറ്റുകൾ ഒരുപക്ഷെ മത്സരിക്കാൻ ഉള്ള സാധ്യതകളെ കുറിച്ച് ആലോചിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായതെന്നുമാണ് സംസ്ഥാന നേതൃത്വത്തിൽ ചില നേതാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. തീർച്ചയായും പ്രശാന്ത് തുടരുക. ഇപ്പോൾ ഷാജഹാനിലേക്ക് കൂടി പോവുകയാണ്. ഷാജഹാൻ, NDA-യുമായി ഇടഞ്ഞു നിൽക്കുന്ന ബി.ഡി.ജെ.എസ് ചേക്കേറാനായി പുതിയൊരു കൂട് അത് കണ്ടെത്തിയിരിക്കുക തന്നെയാണോ? ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം സുധീരൻ രാജിവെച്ചതോടെ വെള്ളാപ്പള്ളി പറഞ്ഞൊരു കാര്യം ശ്രദ്ധേയമാണ്, ഇനിയിപ്പോൾ UDF നന്നാകുമെന്നുള്ളത്. അത്തരത്തിൽ സുധീരൻ മാറിയതോടുകൂടി ഇനി ഉമ്മൻചാണ്ടിയിലൂടെ കോൺഗ്രസിലേക്ക് എത്താം, UDF-ലേക്ക് എത്താം എന്നുള്ള ഒരു തന്ത്രം അതിവിടെ വെള്ളാപ്പള്ളി പയറ്റുകയാണോ? അഞ്ച് തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇത്തരത്തിലൊരു ശ്രമം നടത്തിയിരുന്നു. യുഡിഎഫിൽ ചേർക്കുന്നതിന് ബി.ഡി.ജെ.എസ് നല്ല രീതിയിലൊരു ശ്രമം നടത്തിയിരുന്നു. അന്ന് ഇതിനൊക്കെ എതിർപ്പ് അല്ലെങ്കിൽ എതിരായിട്ട് നിന്നിരുന്നത് വി.എം. സുധീരൻ തന്നെയായിരുന്നു. പക്ഷേ വി.എം. സുധീരന്റെ എതിർപ്പ് കാരണം മാത്രമാണ് ബി.ഡി.ജെ.എസ് ബി.ജെ.പിയിലോട്ട് ചേക്കേറേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. അന്ന് നടത്തിയ പല ചർച്ചകളിലും വി.എം. സുധീരനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ തങ്ങൾ യുഡിഎഫിനൊപ്പം നിൽക്കാമെന്നുള്ള ഉറപ്പ് ബി.ഡി.ജെ.എസിന്റെ അതോടൊപ്പം തന്നെ SNDP നേതൃത്വങ്ങൾ തന്നെ കോൺഗ്രസ് നേതാക്കളോട് നൽകിയിരുന്നു. ഇത്തരത്തിൽ പല ചർച്ചകളും ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ബി.ഡി.ജെ.എസ് ബി.ജെ.പിയുമായിട്ടുള്ള സഖ്യം ഒഴിയുന്നതിനുള്ള ഒരു തീരുമാനങ്ങളൊക്കെ എടുത്തു നിൽക്കുകയാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. കാരണം 200ഓളം
സ്ഥാനമാനങ്ങൾ കേന്ദ്രത്തിൻ്റെത് കേരളത്തിലെ BJP നേതൃത്വത്തിന് നൽകിയിട്ടും ഇതിൽ ഒരെണ്ണം പോലും NDAയുടെ ഘടകകക്ഷികൾ എന്ന് പറഞ്ഞ് നിൽക്കുന്ന തങ്ങൾക്കും അതോടൊപ്പം തന്നെ മറ്റു ചില പാർട്ടികൾക്കും നൽകിയിട്ടില്ല എന്നുള്ള പരാതി വ്യാപകമായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പരാതികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന BJP നേതൃത്വവുമായിട്ടുള്ള ചർച്ചയിൽ നിന്നും തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള BDJS നേതാക്കൾ വിട്ടുനിന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് VM സുധീരൻ മാറുന്നതും അതോടൊപ്പം തന്നെ BDJSന് UDFിലോട്ട് ചേക്കാറുന്നതിനുള്ള ഒരു അവസരം ലഭിച്ചിരിക്കുന്നതും. ഇതുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയും പലതവണ ഉമ്മൻചാണ്ടിയും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും പലതവണ BDJS നേതാക്കളുമായിട്ട് ചർച്ച നടത്തി. എന്നാൽ ഇവർ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ അതിൽ പ്രധാനമായിട്ടും VM സുധീരനെ മാറ്റി നിർത്തുക എന്നത് മാത്രമായിരുന്നു. ഇപ്പോൾ VM സുധീരനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം VM സുധീരനെ മാറ്റാമെന്ന കേന്ദ്ര നേതാക്കൾ, കോൺഗ്രസിന്റെ കേന്ദ്ര നേതാക്കൾ SNDP നേതൃത്വത്തിനും അതോടൊപ്പം തന്നെ BDJSന്റെ നേതാക്കൾക്കും ഉറപ്പ് നൽകിയിരുന്നു. ഇത്തരത്തിൽ VM സുധീരൻ മാറ്റപ്പെടും എന്നുള്ളൊരു ധാരണ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇപ്പോൾ മാറിയെന്നാണ് SNDP നേതൃത്വം തന്നെ പറയുന്നത്. എന്തായാലും ഇപ്പോൾ BDJSന് അനുകൂലമായിട്ടൊരു സാഹചര്യമുണ്ട്. അവർ BJPയിൽ നിന്നും വിട്ട് UDFിലോട്ട് ചേക്കേറുന്നതിനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞിരിക്കുകയാണ്. അതിന് മുസ്ലിം ലീഗിന് യാതൊരു തടസ്സവുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ നിലവിലുള്ള പ്രമുഖ നേതാക്കളായിട്ടുള്ള ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തലയ്ക്ക് ഇതിന് അനുകൂല നിലപാടാണ്. കാര്യം രമേശ് ചെന്നിത്തല SNDP ജനറൽ സെക്രട്ടറിയുമായി പലതവണ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി. അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിയും ചർച്ച നടത്തിയിട്ടുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് മാത്രമാണ് നിലവിൽ ഇവർക്കെതിരായിട്ട് രംഗത്തുള്ളത്. ഈ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകളിലൂടെ BDJS UDFിലോട്ട് എത്തിച്ചേരുമെന്നുള്ള സൂചനകളല്ല, ഉറപ്പായിട്ടും നമുക്ക് അത്തരത്തിൽ തന്നെ പറയാൻ സാധിക്കും. അത്തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഷാജഹാൻ, ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നിലവിൽ കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം സുധീരൻ ആരോടും ആലോചിക്കാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രാജിവെക്കുന്നു. പിന്നീട് ഒരുപക്ഷെ നേരത്തെ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ KM മാണി ആയാലും ജോർജ് ആയാലും പെട്ടെന്ന് തന്നെ വിട്ടുപോകുന്ന അവസ്ഥ. ഇത്തരത്തിൽ ഏറെക്കുറെ വളരെയധികം പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന കോൺഗ്രസിന് ആരെയെങ്കിലും കൂടെ കൂട്ടി ശക്തി പ്രാപിക്കുക എന്നുള്ള ഒരു തന്ത്രം അതിവിടെ BDJSുമായിട്ട് കൈകോർത്തുകൊണ്ട് ഒരു പിടിവള്ളി കിട്ടിയ ഒരു സാഹചര്യം തന്നെയാണോ കോൺഗ്രസിനുള്ളത്? തീർച്ചയായിട്ടും അഞ്ചു, നമുക്ക് അതിന് മുൻപായിട്ട് കൂട്ടി വായിക്കേണ്ടത് BJP കഴിഞ്ഞ ദിവസം കേരളത്തിൽ നടത്തിയ മുന്നേറ്റം, അതായത് അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വോട്ടിംഗ് ശതമാനത്തിൽ നേരിയ പുരോഗതി കൈവരിക്കാൻ സാധിച്ചത് SNDPയുമായിട്ടുള്ള സഖ്യത്തിലൂടെ മാത്രമാണ്. അതിൽ തിരുവനന്തപുരത്ത് വിജയിക്കാൻ സാധിച്ചു. മറ്റ് 13 മണ്ഡലങ്ങളിൽ ഇവർക്ക് രണ്ടാം സ്ഥാനം അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു നിലയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചത് BDJSന്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും ഒരു ശക്തമായിട്ടുള്ള BDJSന്റെ ശക്തമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ BDJS അതിന് സഹായിക്കില്ലായിരുന്നെങ്കിൽ പക്ഷേ BJP ഈ നിലയിലേക്ക് കേരളത്തിൽ എത്തിച്ചേരുകയില്ല. പക്ഷെ അതിനുശേഷം നടന്ന പല ചർച്ചകളിലും BDJSനെ കാര്യമായിട്ട് BJP പരിഗണിക്കാത്ത സാഹചര്യത്തിലാണ് BDJS ഇപ്പോൾ BJP വിട്ടുപോകുന്ന തരത്തിലുള്ള സൂചനകൾ തരുന്നത്. അതോടൊപ്പം തന്നെ ഇവർ അതിന് സമാനമായിട്ട് കോൺഗ്രസ് നേതൃത്വമായിട്ടും ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ്. ഇപ്പോൾ ഷാജഹാനിലേക്ക് തിരികെ എത്താൻ ഇപ്പോൾ ബാലകൃഷ്ണപിള്ള കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ബാലകൃഷ്ണപിള്ള, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDFിൽ എത്താൻ ഒരു പുതിയ സാധ്യത BJP കണ്ടെത്തിയിരിക്കുകയാണ്. BJPയുമായി ഇടഞ്ഞ വെള്ളാപ്പള്ളി ഉമ്മൻചാണ്ടിയുമായി പ്രാഥമിക ചർച്ച നടത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. സുധീറിന്റെ രാജിയോടെ ഒരുപക്ഷെ UDF പ്രവേശനം സാധ്യമാക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ അതുതന്നെയാണോ BDJS വെച്ച് പുലർത്തുന്നത്? വെള്ളാപ്പള്ളിയല്ലേ, സ്വാഭാവികമായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം അവർക്ക് BJP കൊടുത്തിരുന്ന വാഗ്ദാനങ്ങളൊന്നും പാലിച്ചില്ലെന്നല്ലേ ഇപ്പൊ അവരുടെ വാദം. അപ്പോ വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ BDJS എല്ലാവരും അതിനകത്ത് പങ്കെടുക്കുകയെന്ന് വേറൊരാളും പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള സാധ്യത വളരെ അനുകൂലമാണ്. സുധീരൻ പോയ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി കോൺഗ്രസുമായി അടുക്കാനും UDFുമായി അടുക്കാനുമുള്ള സാധ്യത വളരെയേറെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നല്, എൻ്റെ ഒരു വിശ്വാസം. വെള്ളാപ്പള്ളിക്ക് അങ്ങനെ പോകുന്നതിന് വലിയ വിരോധം കാണാനിടയില്ല. കാരണം അദ്ദേഹത്തിന് ഒരുപാട് മോഹങ്ങൾ ഉണ്ടായിരുന്ന ആളാണ് BJP പോയപ്പോൾ. അന്ന് പത്രങ്ങളിലൊക്കെ വാർത്തയും വന്നതാണ്. പിന്നെ സുധീരനായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ശത്രുവായിട്ട് അദ്ദേഹം വളരെ കാലമായി കണ്ടിരുന്നത്. ആലപ്പുഴയിലെ ഇലക്ഷനിൽ സുധീരനെ തോൽപ്പിക്കുമെന്ന് അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞാണ്. എന്നിട്ട് സുധീരൻ ജയിച്ചു വന്ന്. അപ്പോൾ ആ സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് സുധീരൻ പോയത് UDFിലേക്കുള്ള പ്രവേശനത്തിന് ഒരുപക്ഷെ വെള്ളാപ്പള്ളിക്ക് ഇങ്ങേപ്പുറത്തൊന്നും കിട്ടിയതുമില്ല. പക്ഷേ BDJSന്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് തുഷാർ അതിനെപ്പറ്റി ഇതുവരെ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. പക്ഷെ വെള്ളാപ്പള്ളി നടത്തിയ പത്രസമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റായ കാളിദാസ ഭട്ടതിരിപ്പാട് ഉണ്ടായിരുന്നു BDJSന്റെ.
ഇതെല്ലാം കൂടെ ഒത്ത് കൂട്ടി വായിക്കുമ്പോൾ അതിനുള്ള സാധ്യത ഇല്ലെന്ന് പറയാൻ വയ്യ. തീർച്ചയായും എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായും ഒരുപക്ഷെ സ്ഥാനമാനങ്ങൾക്ക് തീർച്ചയായും തുടർന്നോളൂ. എങ്ങനെ ഒരുപക്ഷെ സ്ഥാനമാനങ്ങൾക്ക് ഏറെ പിടിവലിയുള്ള കോൺഗ്രസിൽ നിന്ന് ഇത്തരത്തിൽ വലിയ വാഗ്ദാനങ്ങളോ മോഹങ്ങളോ ഒക്കെ നൽകാൻ ഒരുപക്ഷെ കോൺഗ്രസ് തയ്യാറാകുമോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഉയർന്നില്ലേ ശ്രീ ബാലകൃഷ്ണപിള്ള? പ്രത്യേകിച്ച് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ മോഹങ്ങൾ കൊണ്ട് നടക്കുന്ന വെള്ളാപ്പള്ളി. അതിന് കോൺഗ്രസിന് അടുത്ത ഒരുപക്ഷെ ഈ തലമുറയിലെങ്ങും കോൺഗ്രസ് ഒറ്റയ്ക്കെങ്ങും അധികാരത്തിൽ വരാൻ പോകുന്നില്ല. കോൺഗ്രസിനെ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ മതേതര കക്ഷികളെല്ലാം കോൺഗ്രസുമായി യോജിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം വന്നാലല്ലാതെ കോൺഗ്രസിന് ഇനി പല സ്ഥലത്തും ഭരണത്തിലേക്ക് വരാനും കേന്ദ്രത്തിൽ ഭരണത്തിലേക്ക് പങ്കാളിയാകാനും പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഒരു വാഗ്ദാനവും ചെയ്താലും ചെയ്തു കൊടുക്കാൻ കഴിയാത്തടത്ത് പോകുമോ എന്നുള്ളതാണ് പിന്നീട് പ്രധാനമായ ഒരു സംശയം. തീർച്ചയായും എന്തായാലും ജാതി സമവാക്യങ്ങൾ തെരഞ്ഞെടുപ്പിനെ ഏറെ സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യം അത് കഴിഞ്ഞ ദിവസത്തെ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിലാണെങ്കിൽ കൂടി നമ്മൾ വ്യക്തമായി കണ്ടതാണ്. പ്രത്യേകിച്ച് BDJS NDAയിലേക്ക് ചേർന്ന ഒരു ഘട്ടത്തിൽ LDFന് വലിയ നഷ്ടമുണ്ടാകുമെന്നുള്ള ഒരു പ്രവചനമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നഷ്ടങ്ങളൊക്കെയും ഉണ്ടായത് കോൺഗ്രസിനാണ്. ഇത്തരത്തിൽ BDJSനെ ഒപ്പം നിർത്തി ജാതി സമവാക്യം ആ ഒരു പിൻബലം കൂടി തങ്ങൾക്കുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ, ആ ഒരു തന്ത്രം പയറ്റാനുള്ള ശ്രമം കോൺഗ്രസ് നടത്തുകയാണെന്ന് വേണോ വിലയിരുത്താൻ? അങ്ങനെ തന്നെ വിലയിരുത്തണം. കാരണം ഉമ്മൻചാണ്ടി ജാതി മാത്രം പറഞ്ഞുകൊണ്ട് 5 കൊല്ലം ഭരിച്ച ആളാണ്. ആ ജാതിയാണ് തിരിച്ച് BJPക്ക് അനുകൂലമായി കേരളത്തിൽ പല സ്ഥലത്തും ഉണ്ടായത്. അതായത് ഉമ്മൻചാണ്ടി പിന്നെ ഒരു പ്രത്യേക ജാതിയെ സംഘടിപ്പിച്ചുകൊണ്ട് ചില മതനേതാക്കന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് ജാതിയുടെ അടിസ്ഥാനത്തിൽ തിരിച്ചുവരവിന് വേണ്ടി ശ്രമിച്ച ആളാണ്. പക്ഷെ അതിൽ പരാജയപ്പെട്ടു. അദ്ദേഹത്തിന്റെ സ്വന്തം സമുദായത്തെ പോലും കൂടെ നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല, പരാജയപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് ഉമ്മൻചാണ്ടി എന്നുള്ളത് കൊണ്ട് താങ്കൾ പറഞ്ഞ ആ ഭാഗത്തും ആലോചിക്കാവുന്നതാണ്. ഇങ്ങനെ ആലോചിക്കാം. ജാതിയുടെ ഒരു അപ്പോസ്തോലനാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണം നമ്മൾ ശരിക്കും നോക്കിയാൽ അത് നമുക്ക് കാണാം. ജാതിക്ക് വലിയ പ്രാധാന്യം കൊടുത്ത ആളാണ് അദ്ദേഹം. തീർച്ചയായും എന്തായാലും വളരെയധികം നന്ദി ശ്രീ ആർ ബാലകൃഷ്ണപിള്ള ഈ അവസരത്തിൽ നമ്മോടൊപ്പം പ്രതികരിച്ചതിന്. CK വിദ്യാസാഗർ കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ വിദ്യാസാഗർ, NDAയുമായി ഇടഞ്ഞു എന്നുള്ള കാര്യം പരസ്യമായി തന്നെ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴിതാ പുതിയ ഒരു രാഷ്ട്രീയ നീക്കം, പുതിയ ഒരു കൂട് ചേക്കേറാനായി പുതിയൊരു കൂട് തന്നെ ഇപ്പോൾ BDJS കണ്ടെത്തിയിരിക്കുന്നു. ഉമ്മൻചാണ്ടിയുമായി രഹസ്യ ചർച്ച നടത്തിയെന്നുള്ള വിവരങ്ങളാണ് നൽകാൻ കഴിയുന്നത്. ഏത് രീതിയിൽ പ്രതികരിക്കുന്നു താങ്കൾ? അതൊക്കെ അവര് രണ്ടാളും അച്ഛനും മകനും ചേർന്ന് നടത്തുന്ന ഒരു അടവ് നയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. BJPക്കാര് കൊടുക്കാവെന്ന് പറഞ്ഞ ഏതാണ്ടൊക്കെ കൊടുക്കാതെ നീട്ടിക്കൊണ്ട് പോകുന്നു. അതിന് സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു അടവ് നയം എന്നതിൽ കവിഞ്ഞിട്ട് വേറെ കാര്യമൊന്നുമില്ല. അച്ഛൻ ഈ BDJS ഉണ്ടാക്കിയിട്ട് LDF ഇവിടെ അധികാരത്തിൽ വന്നപ്പോൾ LDFന് ഒരു ശൃംഗാരം ഒരു വശത്തൂടെ, മകൻ BDJS കൊണ്ട് BJPയുടെ സൈഡിൽ നിൽക്കുക. അപ്പോൾ ഇവിടെ കേസും പൊല്ലാപ്പും കാര്യങ്ങളും ഒക്കെ വരുന്നതിനെ സംബന്ധിച്ചിടത്തോളം LDFന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുമെന്നുണ്ടെങ്കിൽ അത് മേടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം, അടവ് അവിടെ. ഇതിപ്പോ ഡൽഹിയിൽ നിന്ന് ഏതാണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുക്കാത്തതിന്റെ പേരിൽ മറ്റൊരടവ് പരീക്ഷിക്കുന്നു എന്നല്ലാതെ ഇതിനകത്ത് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അഥവാ കാര്യം ഉണ്ടെങ്കിൽ UDFന്റെ ഉമ്മൻചാണ്ടിയുടെയും കൂടുതൽ കഷ്ടകാലം തുടങ്ങാൻ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഈ അടവ് നയം പരീക്ഷിച്ച് അത് വിജയിച്ചാൽ അത് വിജയിക്കുമോ എന്നുള്ള ഒരു ചോദ്യം കൂടിയല്ലേ ഉയരുന്നത്? അതിന്റെ സാധ്യത അത് UDFന് ഗുണം ചെയ്യും എന്ന് കരുതാനുള്ള ഒരു ന്യായം ഞാൻ കാണുന്നില്ല. കാരണം UDFനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് UDFന്റെ കൂടത്തിൽ നിൽക്കുന്ന മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന്റെ ഒരു നല്ല സ്ട്രെങ്ത് UDFന് എല്ലാ കാലത്തും കിട്ടാറുണ്ട്. ആ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് UDFന്റെ കൂടത്തില് ഈ BDJSകാരും കൂടെ വെള്ളാപ്പള്ളിയുടെ വർത്തമാനം കേട്ടുകൊണ്ട് നടക്കുന്ന BDJSകാരും കൂടെ ചെന്ന് കയറുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അവരുടെ വിശ്വാസ്യത കുറച്ചുകൂടി
താഴേക്ക് പോകാനും ഈ മൈനോറിറ്റി വോട്ട്സിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സെഗ്മെന്റിൽ നിന്ന് തന്നെ വലിയ ചോർച്ച ഉണ്ടാകാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് UDFന്റെ വർദ്ധിച്ച കഷ്ടകാലം തുടങ്ങാനാണോ എന്നും സംശയിക്കാം. തീർച്ചയായും ദയവായി തുടരുക. CK വിദ്യാസാഗർ. ഇപ്പോൾ നമ്മോടൊപ്പം ജേക്കബ് ജോർജ് കൂടി ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, എന്തായാലും NDAയിൽ നിന്ന് വിട്ടുകൊണ്ട് UDFിലേക്ക് ചേക്കാറാനുള്ള ഒരു പുതിയ സാധ്യതയാണ് ഇപ്പോൾ BDJS നോക്കുന്നത്. ഒരുപക്ഷെ അത്തരത്തിലൊരു സംഭവം ഉണ്ടായാൽ ശ്രീ വിദ്യാസാഗർ പറഞ്ഞതുപോലെ അത് UDFന്റെ കൂടുതൽ കഷ്ടകാലമായിരിക്കുമെന്നാണ് വിദ്യാസാഗർ പറയുന്നത്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഇത് വെള്ളാപ്പള്ളി നടേശനെ രാഷ്ട്രീയം കളിക്കണമെന്നുണ്ട്. പക്ഷെ രാഷ്ട്രീയത്തിന്റെ കളികളൊന്നും അദ്ദേഹത്തിന് വശമില്ല, പരിചയമില്ല, അത് പഠിച്ചിട്ടുമില്ല. എന്നാൽ രാഷ്ട്രീയത്തിന്റെ ഗ്ലാമറും അധികാര സ്ഥാനങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ പുള്ളിക്കെല്ലാം കൈയുടെ വേണം. തന്നെ SNDPയുടെ ബലത്തില് SNDP കയ്യിലുണ്ട്. ഇപ്പോ അതിന്റെ കൂടെ എക്സ്റ്റൻഷനായിട്ട് രാഷ്ട്രീയ അധികാരം കൂടി കൈയാളണം. അതിന്റെ ഭാഗമായിട്ടാണ് BJPയുമായിട്ട് NDA സഖ്യത്തിൽ ചേർന്നത്. ഇന്നിപ്പോൾ തീർച്ചയായിട്ടും എനിക്കത് വ്യക്തമായിട്ട് അറിയാം. വെള്ളാപ്പള്ളി ഉമ്മൻചാണ്ടിയുമായിട്ട് ബന്ധം വെച്ചിട്ടുണ്ട്, പലതവണ സംസാരിച്ചിട്ടുമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം തീർന്നിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ UDFിലോട്ട് വരത്തില്ല എന്ന് നേരത്തെ പ്രസ്താവന ഇറക്കിയത്. ഒരു പക്ഷേ നമുക്ക് വ്യാഖ്യാനിക്കാം അതിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു പക്ഷേ അതിന്റെ ഒരു ഭാഗമായിരിക്കണം സുധീരന്റെ രാജി. പ്രത്യേകം ഓർക്കണം, ആ ഒരു സന്ദർഭം നോക്കണം. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിയുന്നു. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഉമ്മൻചാണ്ടിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന ആവശ്യം നടപ്പിലാക്കും എന്ന് രാഹുൽ ഗാന്ധി നേരത്തെ ഉറപ്പ് കൊടുത്തിരിക്കുന്നു. അപ്പം അതിന്റെ പശ്ചാത്തലത്തിലെല്ലാം നോക്കുമ്പോഴത്തേക്ക് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന സുധീരൻ രാജിവെക്കുന്നു ആരോഗ്യ കാരണങ്ങളാൽ. അപ്പൊ ഇതെല്ലാം കൂടെ നോക്കുമ്പോഴേക്ക് വെള്ളാപ്പള്ളി UDFിലേക്ക് ചരിയുകയാണ് എന്നുള്ള ഒരു ചരിയുന്നതിന് സാധ്യത തെളിയുകയാണ്. പക്ഷേ അത് ബഹുമാനപ്പെട്ട വിദ്യാസാഗർ പറഞ്ഞതുപോലെ UDFിന് ബാധ്യതയാകും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. UDFിന് ഇപ്പോൾ ചില ശൂന്യതകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഈഴവ സമുദായത്തിന്റെ ഒരു നഷ്ടപ്പെട്ട പിന്തുണയാണ്. വെള്ളാപ്പള്ളി നടേശനും BDJSഉം ഒക്കെ UDFിലേക്ക് ചരിയുകയാണെങ്കിൽ ആ ഒരു ശൂന്യത കുറെ പരിധി വരെയെങ്കിലും നികത്താൻ കഴിയും. ഇപ്പോൾ KM മാണി മാറി നിൽക്കുന്നു. ശരിക്കും UDF ഒരു കടുത്ത പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ VM സുധീരൻ രാജിവെച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും UDFിന് ഒരു പുതിയ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആവശ്യമുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കണം വെള്ളാപ്പള്ളി നടേശന്റെ ഈ നീക്കത്തെ ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയും സംഘവും സ്വാഗതം ചെയ്യുന്നത്. ഒരുപക്ഷെ മോഹഭംഗം ഉണ്ടാകുമ്പോൾ ഇതല്ലെങ്കിൽ മറ്റൊന്ന് എന്ന തരത്തിൽ അക്കരപ്പച്ച തേടി പോവുകയാണോ വെള്ളാപ്പള്ളി എന്നുകൂടി തോന്നുന്നില്ലേ? അതാണ് ഇപ്പൊ NDAയിൽ നിന്നാല് കേരളത്തില് അത്ര വലിയ കിട്ടപ്പോരില്ല എന്നൊരു പക്ഷേ അദ്ദേഹവും കൂട്ടുകാരും മനസ്സിലാക്കിയിട്ടുണ്ടാവണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഒരു നിർണായകമായ ഘട്ടമായിരുന്നു. BDJS ഉദിച്ചുയരുന്നു, NDAയുമായിട്ട് സഖ്യത്തിച്ചേരുന്നു. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു വേലിയേറ്റം, പോലീസ് കാവൽ, ഹെലികോപ്റ്റർ പറന്ന് നടക്കാൻ ഹെലികോപ്റ്റർ എന്ന് വേണ്ട ഒരു വലിയ വാനോളം ഉയർന്നു അവരുടെ പേരും പെരുമയും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് വന്നിട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം പെട്ടെന്ന് തണുത്തു മരവിച്ചു. അതിന്റെ അർത്ഥം എന്താണെന്ന് പോലും ഒരു പക്ഷേ വെള്ളാപ്പള്ളിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും BJPയുടെ സംസ്ഥാന ഘടകത്തിലെ ചില ചിന്താഗതികളും അവരുടേതായ വിലയിരുത്തലുകളും ആവണം. കാരണം എന്തൊക്കെയാണെങ്കിലും അതിന്റെ ഒരു നിരാശ, മോഹഭംഗം ഒക്കെ ആയിരിക്കണം ഇപ്പോഴത്തെ ഒരു നീക്കത്തിന് കാരണം. ശരി, ശ്രീ ജേക്കബ് ജോർജ്, വളരെയധികം നന്ദി. ഇപ്പോൾ ഷുക്കൂർ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഷുക്കൂർ, UDFിലേക്ക് എത്താൻ സാധ്യത തേടി BDJS എത്തുന്നു എന്നുള്ള വാർത്തകളാണ്. അത് രഹസ്യമായി തന്നെ പ്രാഥമിക ചർച്ചകളും ഉമ്മൻചാണ്ടിയുമായി നടത്തിയെന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നു. എന്താണ് ഈ ഒരു വാർത്തയോട് താങ്കളുടെ പ്രതികരണം? അത്തരത്തിലൊരു രഹസ്യ ചർച്ച ഉണ്ടായിട്ടുണ്ടോ? എന്താണ് നിങ്ങൾ ഒരുപക്ഷെ BDJSനെ സ്വീകരിക്കുമോ? അങ്ങനെ ഒന്നും ഞങ്ങൾക്കൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലൊരു ചർച്ചയോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കമൊക്കെ ചർച്ച ഉണ്ടായിരുന്നെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് BDJS, വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള BDJS ഒരു സ്ഥാപിത താല്പര്യത്തിന്റെ പേരിൽ ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. അതിനെ ഒരു പൊതു SNDPയുടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടൊന്നും കാണാൻ കഴിയില്ല. പക്ഷെ അവര് എടുത്തിരിക്കുന്ന നിലപാടും
BJPക്ക് അനുകൂലമായ നിലപാടാണ്. അതിൽ നിന്ന് വേർവിട്ട് പോയിട്ടില്ല. എന്തെല്ലാം പറഞ്ഞാലും ശരി, ഏതെല്ലാം തരത്തിലുള്ള കമന്റുകൾ വെള്ളാപ്പള്ളി പറഞ്ഞാലും ശരി, ആത്യന്തികമായി BDJS ഇപ്പോൾ BJPയുടെ ഭാഗമാണ്. BJP എന്ന് പറയുന്ന ആ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന BDJSനെ അങ്ങനെയേ നമുക്ക് കാണാനാകും. അതിനപ്പുറത്തേക്ക് കാണാനും കഴിയില്ല. മാത്രവുമല്ല, മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, BDJS CPM-ഉമായിട്ട് ചില അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CPM-ന്റെ ഭാഗം, കാരണം പിണറായി വിജയനോട് ഇത്രമാത്രം വിധേയത്വം കാണിച്ച ഈ അടുത്ത കാലത്തുണ്ടാക്കിയ വെള്ളാപ്പള്ളിയുടെ പല നടപടികളും BDJS വഴി പിണറായി വിജയൻ ചില ഡൽഹി ഓപ്പറേഷനുകൾ നടത്തിയ വിവരം ആലപ്പുഴയിൽ പാട്ടാണ്. ഞങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം അതാണ്. അത്തരത്തിൽ നിൽക്കുന്ന ഒരു സംവിധാനത്തെ ഒരു കാരണവശാലും UDF-ന്റെ ഭാഗമാക്കുന്നു, അല്ലെങ്കിൽ UDF നേതാക്കൾ അവരുമായി സംസാരിക്കുന്നു. മറ്റെന്തെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങൾ ചിലപ്പോൾ വെള്ളാപ്പള്ളി വിളിച്ച് ഉമ്മൻചാണ്ടിയോട് സംസാരിച്ചിരിക്കാം. അത് വേറെ കാര്യം. തീർച്ചയായും ഒരു നിലനിൽപ്പിന് വേണ്ടി ചർച്ചകൾ എപ്പോഴും ആവശ്യമാണ് എന്നുള്ളത് രാഷ്ട്രീയക്കാർക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല. എങ്കിൽ കൂടി സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് എത്തുന്ന BDJSനെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ്. BDJS ഞങ്ങളുടെ ചിത്രത്തിലില്ല, UDF-ന്റെ ചിത്രത്തിലില്ലാത്ത ഒരു കാര്യമാണ്. UDF-ഉം LDF-ഉം തമ്മിലുള്ള മത്സരമാണ് മലപ്പുറത്ത് പോലും നടക്കാൻ പോകുന്നത്. അവിടെയും വ്യക്തമായി ഇപ്പോഴേ പറയും, ഒരു തർക്കവുമില്ല. BJPയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും പിന്തുണ നമുക്ക് വേണ്ട. മറിച്ച് മതേതര താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, ജനാധിപത്യ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനങ്ങളെ കൂട്ടിയോജിപ്പിക്കാനും കാര്യങ്ങളുമായി പോകുന്നതിന് എല്ലാ തലത്തിലും ഞങ്ങൾ തയ്യാറാണ്. ശരി, വളരെയധികം നന്ദി ഷുക്കൂർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ശ്രീ ജേക്കബ് ജോർജ്, ഇത് തന്നെയാണ് നേതാക്കൾ ഒരുപക്ഷെ ഷുക്കൂർ പറഞ്ഞതുപോലെ അവര് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല BDJSനെ സ്വീകാര്യമല്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നതും. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുമായി ഒരു രഹസ്യ ചർച്ച നടത്തിയിട്ടുണ്ടാകാം. സുധീറിന് ശേഷം ഇനി ഉമ്മൻചാണ്ടി KPCC പ്രസിഡന്റ് ആകാനില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി ഒരു ചരട് അത് ഉമ്മൻചാണ്ടിയുടെ കയ്യിലാകും, എ ഗ്രൂപ്പിന്റെ കയ്യിലാകും എന്നുള്ള ഒരു കാര്യം വ്യക്തമല്ലേ? ഇനി ഉമ്മൻചാണ്ടി പറയുന്നിടത്താണ് കാര്യങ്ങൾ എന്നുള്ളത് കൂടി കൂട്ടി വായിക്കേണ്ടതല്ലേ? അല്ല, ഉമ്മൻചാണ്ടിക്ക് സുധീരൻ പോയി കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എന്റെ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, സുധീരനും ഉമ്മൻചാണ്ടിയും ഒന്നിച്ച് നേതൃസ്ഥാനത്തിരിക്കത്തില്ല കോൺഗ്രസിന്റെ. ഇപ്പൊ സുധീരൻ മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടി പൂർവാധികം ശക്തിയോടുകൂടി തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വരും. പക്ഷെ സ്ഥാനമാനങ്ങളൊന്നും സ്വീകരിക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട്. സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു നല്ലൊരു നിയന്ത്രണം അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. വെള്ളാപ്പള്ളി നടേശനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്, BJPയുടെ ക്യാമ്പിലേക്ക് ഓടിക്കാതിരിക്കുക എന്നുള്ളത് കേരളത്തിലെ സാധാരണ സെക്യുലർ പാർട്ടിയുടെ നേതാവ് എന്ന നിലയ്ക്ക്, കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് എന്ന നിലയ്ക്ക് ഉമ്മൻചാണ്ടി താല്പര്യപ്പെടും ആ നിലയ്ക്ക്. പിന്നീട് പക്ഷേ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇതുവരെയും NDAയുടെ ക്യാമ്പിൽ നിന്നിരുന്ന വെള്ളാപ്പള്ളി നടേശനും കൂട്ടരും പെട്ടെന്ന് UDF ക്യാമ്പിലേക്ക് വരുന്നു, ഒരു ഘടകകക്ഷിയായിട്ട് വരുന്നു എന്നുള്ളതൊന്നും അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. തീർച്ചയായിട്ടും അത് സംബന്ധിച്ച ഒരു സൂചനകൾ കാണുന്നുണ്ട്. ഉമ്മൻചാണ്ടിയും വെള്ളാപ്പള്ളിയും ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ആ നിലയ്ക്കൊരു നീക്കം നടക്കുന്നുണ്ട്. വളരെയധികം നന്ദി ശ്രീ ജേക്കബ് ജോർജ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ UDF-ൽ എത്താനുള്ള ഒരു സാധ്യത തേടിക്കൊണ്ട് BDJS രംഗത്ത് വന്നിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുമായി രഹസ്യ ചർച്ച നടത്തിയെന്നുള്ളതാണ് വിവരങ്ങൾ. കുടിവെള്ളം കിട്ടാക്കനിയാണ് ഫോർട്ട് കൊച്ചി ചെല്ലാനം നിവാസികൾക്ക്. പല പദ്ധതികളും പാതി വഴിയിൽ ഉപേക്ഷിച്ചതാണ് നിരവധി കുടുംബങ്ങളുടെ ദുരിതത്തിന് കാരണം. ശുദ്ധജലക്ഷാമത്തെ തുടർന്ന് രോഗഭീതിയിലാണ് ഇവർ. മഴക്കാലത്ത് ഇത്തരം സംഭരണികളിൽ ശേഖരിക്കുന്ന വെള്ളമാണ് ഇവരുടെ ആശ്രയം. വേനൽ കടുത്തതോടെ സംഭരണികളെല്ലാം വറ്റി. ഇപ്പോൾ എന്നെങ്കിലും ടാങ്കറുകളിൽ എത്തുന്ന വെള്ളമാണ് ഏക ആശ്രയം. ഇങ്ങനെ 10-20 കുടം വെള്ളമേ കിട്ടുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളത്തിന്റെ ഇതിലൊക്കെ. വേറെ വെള്ളമൊന്നും കിട്ടിയില്ല. ഇവിടെ ഉപ്പ് വെള്ളമൊക്കെയാണ് പിന്നെ കിട്ടണത്. ഒരു 10-15 ദിവസം കഴിയുമ്പോഴേ ഈ വെള്ളം പരിവുള്ളൂ. ചുറ്റിലും വെള്ളമുണ്ടെങ്കിലും ഉപ്പ് കലർന്ന കായൽ ജലമായതിനാൽ ഒരു ഉപയോഗത്തിനും കഴിയാത്തതിനാലുള്ള ബുദ്ധിമുട്ടിലാണ് ഈ പ്രദേശവാസികൾ. ഈ മേഖലയിൽ എവിടെ കിണർ കുഴിച്ചാലും ലഭിക്കുന്നത് ഉപ്പുവെള്ളം തന്നെ. ടാങ്കറുകളിൽ എത്തുന്നത് പലപ്പോഴും അഴുക്കുവെള്ളമാണ് എന്നതിനാൽ ഇവർ രോഗഭീതിയിലാണ്. കുഞ്ഞുങ്ങളൊക്കെ കിടന്ന് കുളിക്കാതെ ഈ വെള്ളത്തിലൊക്കെ അറിവില്ല വെള്ളത്തിലൊക്കെ കുളിച്ചിട്ടാണെങ്കിലും ഒക്കെ അഴുക്ക് വെള്ളം കൊണ്ട് കുളിച്ചിട്ടൊക്കെ തലമുടിയൊക്കെ ആണെങ്കിലും വെറുതെ ചൊറിഞ്ഞ് പൊട്ടിയെടുക്കുകയൊക്കെ ചെയ്യും. വെള്ളം മഞ്ഞില്ല, എന്ത് ചെയ്യും? ഇപ്പൊ അരി വെക്കണ്ടേ? കൊച്ചുങ്ങളില്ലേ, ഞങ്ങൾക്ക് എത്ര നാളിത് അനുഭവിക്കും? ഞങ്ങൾ എന്തോരം നാള് ഞങ്ങൾ ഇപ്പൊ പ്രായമായ വന്ന അമ്മമാരാണ്. ഇപ്പൊ വന്ന മരുമക്കൾ പോകുമ്പോ ഞങ്ങളെപ്പോലെ വെള്ളം തിരക്കി കലക്കണമെങ്കിലാ കുളിക്കണമെങ്കിലാ ഇതൊന്നും വേണ്ട, ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടിയാൽ മതി.
ഞങ്ങൾ പരാതിക്ക് ഞങ്ങൾ അവിടെ പോയി, ഞങ്ങൾ കളക്ടറേറ്റ് വരെ പോയി, ഞങ്ങൾ പോകാത്ത സ്ഥലമൊന്നുമില്ല. ഈ കാണുന്നതെല്ലാം ഓരോ കുടുംബങ്ങളുടേതാണ്. 2 ആഴ്ചയിൽ ഒരിക്കലെത്തുന്ന വെള്ളം ഇങ്ങനെയാണ് സംഭരിക്കുന്നത്. ജനാറം പദ്ധതിയിൽ നിന്ന് ഇവർക്ക് വെള്ളം അനുവദിച്ചിട്ടുണ്ടെങ്കിലും അത് ഇങ്ങോട്ടെത്തിക്കാനുള്ള സംവിധാനങ്ങളില്ല. കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ മാറ്റിസ്ഥാപിച്ച് വെള്ളം എത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. രഞ്ജിത്ത് രാജകുമാരിക്കൊപ്പം കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്.